ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടർക്കിയിലാണ്. അയ്യോ, സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. ഗൊറേലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ് ഞാനുള്ളത്. സോ ഇന്ന് രാവിലെ ഞാൻ എത്തിയതാണ് ഇവിടെ. വൈകുന്നേരം വരെ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് മഴയായതുകൊണ്ട് മഴ ഒന്നും ഇപ്പോഴാണ് കുറഞ്ഞത്. പുതിയ കൊടയൊക്കെ കൈ പിടിച്ച് ഞാനിപ്പോൾ നടക്കുന്നുണ്ട്. സോ ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു 6 മാസമായിട്ട് ഫോളോ ചെയ്യുന്ന ടർക്കിയിൽ ഇസ്താംബുളിലുള്ളൊരു പയ്യനുണ്ട്. അപ്പോൾ അവനിപ്പോൾ ലാവോസിൽ ട്രാവൽ ചെയ്യുന്ന അവനും വ്ളോഗറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളും വ്ളോഗറാണ്. അപ്പോൾ ആള് എൻ്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ ഒരു 4 മണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞ്, കാരണം വേറെ സ്ഥലത്താണുള്ളത്. അവിടുന്ന് ഹിച്ചായിക്ക് ചെയ്തിട്ടോ വല്ലതും വരാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ആള് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടർക്കി ഫുള്ള് നടന്നിട്ട് ട്രാവൽ ചെയ്ത ഒരാളാണ്. ഹിച്ചായിക്കിങ് അല്ല, നടന്നിട്ട്. ഹിച്ചായിക്കിങ് എന്ന് പറഞ്ഞാൽ കുറച്ചേ നമ്മൾ നടക്കുകയുള്ളൂ, ഒരു 5 കിലോമീറ്ററൊക്കെ. പക്ഷേ ഫുള്ള് നടന്നിട്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കറിയുന്ന എന്തോ ഫ്രണ്ടിൻ്റെ വീടോ അങ്ങനെ എന്തോ പറഞ്ഞത്. സോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, എന്നാൽ നല്ല സമാധാനം. അതായത് വലിയ സിറ്റി അല്ല, മനസ്സിലായോ? ചെറിയ സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീറ്റാണ്. ഇവിടെ എല്ലാം ഇരിക്കാനുള്ള സ്ഥലവും എല്ലാം ആയിട്ട് നൈസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മാർക്കറ്റൊക്കെ കാണുന്നുണ്ട്, കുറച്ച് വലിയൊരു മാർക്കറ്റ്. ഇവിടെ ഡോഗ്സിനൊക്കെ അവർ ഇതാക്കി തൊടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുള്ള് മുസ്ലിം കൺട്രി അല്ലേ. നമ്മളെ നാട്ടിൽ മുസ്ലിംസ് ഒന്നും അങ്ങനെ ഡോഗ്സിനൊന്നും വീട്ടിലധികം വളർത്തൂല, പക്ഷെ ഇവരെല്ലാം വളർത്തും. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഖുറാനിലെന്തോ പറയുന്നുണ്ട് ഡോഗ്സിനെ വളർത്താന്നുള്ളത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ, എൻ്റെ അറിവിൽ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വീട്ടിൽ വളർത്തുന്നുണ്ട്, പക്ഷെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അതിനെ വെറുക്കുന്നു എതിർക്കുന്നൊക്കെ ഉണ്ട്. അത്രയും മനുഷ്യരെക്കാളിലും സ്നേഹമുള്ളൊരു മൃഗത്തിനെ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള റീസൺ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഇവിടെ നോക്ക്, മാർക്കറ്റെല്ലാം കോളായിട്ടുണ്ട്, ഫുള്ള് വെള്ളമായിട്ട്. ഇത് നടക്കുമ്പോൾ തന്നെ കണ്ടോ, തീർന്നെന്ന് തോന്നുന്നു എല്ലാം. ഇത് കൂനാണല്ലോ കണ്ണ്. നോക്ക്, മഷ്റൂംസ് അല്ലേ, കണ്ടോ? ഓ, ഇതിങ്ങനെ മണ്ണ് കളറായിട്ടാണുള്ളത്. അതെല്ലാം അവിടെ ഉണ്ടല്ലോ മഷ്റൂംസ്. ആരോ എന്നോട് പറഞ്ഞു കുറേ മഷ്റൂംസ് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ ഞാൻ കണ്ടതേ ഇല്ല, കഴിച്ചതുമില്ല. കണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഫുഡൊന്നും ആയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടോ അവിടെ നോക്കുന്നത്, എന്താ ഇങ്ങനെ ഫുള്ള് ചെളിയപ്പാടുള്ളത്. അതവരെ എങ്ങനെയായിരിക്കും കുക്ക് ചെയ്യുന്നത്? കണ്ടോ, കണ്ടോ, എന്തോ പൂപ്പലൊക്കെ പിടിച്ച് അങ്ങനെ എന്തോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഫുള്ള് ചെളിയാ. അതെങ്ങനെ അവർ ക്ലീൻ ചെയ്ത് എടുക്കും? ക്ലീൻ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകൂലേ? പിന്നെ കുറേ സ്പിനാച്ചും പലതരത്തിലുള്ള ഇലകളൊക്കെ ഉണ്ട്, കണ്ടോ? ഇവിടെ ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആണേ. മഴ പെയ്തിട്ട് നടക്കാനൊരു സുഖമില്ല. മുളകുകൾ തന്നെ എന്തോരം വെറൈറ്റി മുളകുകളാണെന്നറിയോ? നോക്ക്, അവിടെ ഇതൊരു മെയിൻ സെൻറ്ററിലാണ്, അവിടെ കുറേ ഇതെല്ലാം കാണുന്നത്, പ്രാവുകളെല്ലാം. ഇവിടെ നോക്ക്, കൂടുതലും പെണ്ണുങ്ങളെ തന്നെയാണ് മാർക്കറ്റിൽ കാണുന്നത് വിൽക്കാനെല്ലാം. ഇതെല്ലാം ഇലക്കറികളും ഇല സാധനങ്ങളുമാണ്. എന്താന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചക്കറി കഴിക്കാനുള്ള ടെൻഡൻസി തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സാധനം വെച്ചിട്ട് അവരൊരു സാധനം എല്ലാം ഉണ്ടാക്കിയിട്ട് അതുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ അമരക്കയോ ബീൻസോ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ. ഓ, മുന്തിരി എന്താ ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ ആയിട്ടൊക്കെ ഇരിക്കുന്നു? No, not big. The different color. Yeah. What? ഇതെന്താ, എണ്ണയോ ബാലിയോ? കെസ്താനെ ബാലി എന്തോ, അത് ഹണിയാണോ? ആ, ഹണിയാണ്, ഹണി. നോക്ക്, നല്ല ഫ്രഷ് ഹണിയാന്ന് തോന്നുന്നുണ്ട്, കണ്ടോ? അതേ ഇതന്നെ ഉണ്ട്, തേനീച്ച തന്നെ അതിലിട്ടിട്ടുണ്ട്. നോക്ക്, ഓൾറെഡി ഫ്രഷ് കാണിക്കാനാണോ? ഓക്കെ, ഗുഡ്, കൊള്ളാം.
ഇത് നോക്ക് എന്തൊക്കെ ചെളിയും മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഇതില്. ഇതവരെങ്ങനെയായിരിക്കും കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇവിടെ നോക്ക് ബ്രെഡെല്ലാം കാണാൻ എന്ത് രസാന്നറിയോ, ഓരോ ഷേപ്പില് പൂ പോലെ അങ്ങനെ അങ്ങനെ പല പല ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഫുൾ ബ്രെഡ്സ് ആണ് ഇവർ കഴിക്കുന്നൊക്കെ. ഓരോ കറികളുടെ കൂടെ ഒക്കെ ബ്രെഡാണ് കഴിക്കുന്നത്. നമ്മളെ നാട്ടില് ചോറും ചപ്പാത്തിയും റൊട്ടിയൊക്കെ കഴിക്കുന്നില്ലേ, അതുപോലാണ് അവര് ഇവിടെ ഓരോ സാധനങ്ങൾ ബ്രെഡ് കഴിക്കുന്നത്. നോക്ക് ഇതെല്ലാം ബ്രെഡ് കേട്ടോ. ഇത് വലിയ ബ്രെഡ്. ഇതെന്താ ബ്രെഡ് തന്നെ അല്ലേ? ബ്രെഡ് തന്നെ അല്ല ഇത്. അതപ്പോ ഞാൻ ആലോചിക്കുന്നു ഇതെന്താ. ഞാനിതാ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒരു 5:30 ആകുമ്പോൾ ഇത് അടയ്ക്കും. ഇപ്പോൾ ഒരു 4:30 എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് അപ്പുറമുള്ള ഏതെങ്കിലും ഒരു കഫേയിൽ പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച്. ഓൾറെഡി അവൻ്റെ ഫ്രണ്ടിൻ്റെ കഫേ ഉണ്ട്, അത് പക്ഷേ 2 കിലോമീറ്റർ അപ്പുറേ 2.4 ഉണ്ട്. ഇപ്പം നടക്കാനൊരു മൈൻഡ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ കഫേയിൽ കുറച്ച് നേരം ഇരിക്കാം, എന്നിട്ട് മൂവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവരെല്ലാം ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പുള്ളിക്കാരിയെല്ലാം. സോ അവരെന്നെ ആ കഫേയിലാക്കാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മലേൻ്റെ മുകളിൽ, അവിടെ ഒരു മലയെല്ലാം കാണുന്നേ, മലേൻ്റെ മുകളിലൊക്കെ ഇത് കാണുന്നുണ്ട്, ഫുള്ള് വീടുകളെല്ലാം. പിന്നെ അത് മാത്രമല്ല, ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ ഫുള്ള് കടലും. ബ്ലാക്ക് സീ, ഫുൾ ബ്ലാക്ക് സീ, വലിയ ബ്ലാക്ക് സീ ആണുള്ളത്. ഞാനിത് അവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കഫേയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓർഡർ ചെയ്ത്, അല്ലാണ്ട് ഓർഡർ ചെയ്യാണ്ട് ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഒരു 200 ഇതിന് വരുന്നത്. 200 ഞാനൊരു കാരമൽ ലേറ്റയാണ് മേടിച്ചിട്ടുള്ളത്. ഇത് നോക്ക്, ഇത് ഞാൻ ഓൾറെഡി മേടിച്ച് കുടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വൈഫൈ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യമൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഈ സ്നാക്ക് അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഇത് ആരുടെയോ പൂവാണ് കേട്ടോ, എനിക്ക് കൊടുത്തതല്ല. ആ ഒരു പെങ്കുച്ച എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ പൂവോടെ വെച്ചിട്ട് പോയി. അവിടെ നിൽക്കുന്ന ചെക്കന് എനിക്കൊരു പൂവെല്ലാം തന്നിട്ടുണ്ട്. അയ്യോ അടിപൊളി ആൾക്കാർ. ഞാനിതാ 9 മണി വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഹായ് ഹായ്, ഹൗ ആർ യു? I'm fine, and you? I'm waiting here from I think 4:30 evening. Now it's like 9 o'clock. 5 horse. Yeah, 5 hours. 5 horse. Yeah. So ഇവനും ട്രാവൽ ചെയ്യുന്ന ആളാണ്. What's your name? It's very hard to pronounce for me, that's why. My name Yayan Torun in Instagram, but my origin name Mahmud. Mahmud? Yeah, my origin name Mahmud, but Mahmud. in Instagram Yayan Torun. Yayan Torun. Okay. Oh, it's okay, cool. So, what's the plan? സോ ഇവനും ഓൾറെഡി ഇങ്ങനെ നടന്നൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതേ വലിയ ബാക്ക് പാക്കും ഇതെല്ലാം ആയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ ട്രാവലിംഗ് ലൈക്ക് വാക്കിംഗ്, റൈറ്റ്? Yeah, I'm walking, Okay. Just walking, travel in Turkey. Okay. How many kilometers you walked so far? 30,000 kilometer is finished. Okay. 13 or 30? 30, just 30,000. Okay. 3,000. Oh, 3,000. Yeah, 3,000 kilometer finish. Okay. 25 city finish. Oh, okay. Yeah, That's cool. 25 Okay. city finish. ഓക്കെ, എന്നെ പോലെ തന്നെ വേറൊരു പ്രാന്താണ്. ഞാൻ ലിഫ്റ്റ് അടിച്ച് ട്രാവൽ ചെയ്യുന്നു, അവൻ നടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുറേ ട്രാവൽ ചെയ്യുന്നു ബാക്ക് പാക്കുമായിട്ട്. എന്തായാലും ക്രേസി. നമ്മളിപ്പോൾ വേറെ എങ്ങോട്ടോ ആണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താന്ന് നോക്കിയോട്ടെ. ഇവിടെ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാഗെല്ലാം ബാക്കിൽ വെക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ അങ്ങോട്ട് എവിടെ പോകാനുള്ള സ്ഥലത്തേക്ക് ഡ്രോപ്പ് ആക്കും. അവൻ്റെ വലിയ ബാക്ക് പാക്ക് അല്ല കേട്ടോ. എനിക്ക് വലിയ ബാക്ക് പാക്കെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. അയ്യോ, എൻ്റെ ബാക്ക് പാക്കിന് ഞാൻ എവിടെ വെക്കും? ഇവിടെ സ്ഥലമില്ലല്ലോ. ഇത് അവൻ്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു, എനിക്ക് തന്നെ അറിയില്ല ആരാന്ന്. കണ്ടോ, അവൻ പറയുന്നത് അവന് ബാഡ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അവൻ ഇൻസ്റ്റയിൽ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഉണ്ടാവും. അവനൊരു ആൺകുട്ടിയായിട്ട് പോലും ഒരുപാട് ഗേയാണ് അവനെ അപ്രോച്ച് ആക്കുന്നത്. അതെല്ലാം അവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മളിത് ഇവിടെ ഒരു കഫേയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവൻ ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ആൾക്കാരെ കണ്ടുമുട്ടി. അങ്ങനെ അവരുടെ കഫേയിൽ അവനെ വെൽക്കം ചെയ്ത് അങ്ങനെ ഫുഡ് മേടിച്ചു കൊടുത്ത് അങ്ങനെ വന്നത്. എന്നെ പോലെ തന്നെയാണ് അവനും. എനിക്കത് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അവൻ വന്നത്. മാത്രമല്ല അവന് 200-300 കിലോമീറ്റർ അപ്പുറം നിന്നാണ് എന്നെ കാണാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം You call India Hindustan or Hindustan? Bizde Türkiye. No. Translate. Hindistan mı, Hindistan mı diye soru sorabilirsin diyor. Hindistan. Hindistan. Okay.
So not Hindustan, Hindustan, right? Hindustan, Yeah, Hindustan. Okay. India or Hindustan? Yeah, India or Hindustan. But many people Hindustan. No. Yeah, Hindustan. Yeah, I know. ഇത് നോക്ക് ഫുഡെല്ലാം ആയിട്ട് അവര് കൊണ്ടുവന്നിട്ട് ഒരു സാൻഡ്വിച്ച് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ഹാർട്ടെല്ലാം ഞങ്ങള് അവരുടെ ഹാർട്ടൊക്കെ ആണല്ലോ. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഐനോ നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. അവര് കറക്റ്റ് ഷേപ്പിലെല്ലാം ആക്കി നോക്ക്. നല്ല ചീസി ആയിട്ടുള്ള എന്തോ ഒരു സാൻഡ്വിച്ച് എല്ലാം ഉള്ളത് കേട്ടോ. ആരാ ആക്കിയിട്ടുള്ളത്? താങ്ക് യു സോ മച്ച്. തെശേക്കുലർ റൈറ്റ്. ഇവിടുത്തെ ഭാഷ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈസി അല്ല കേട്ടോ പഠിക്കാനായിട്ട്, കുറച്ച് ടൈം എടുക്കും. ഇതുണ്ടല്ലോ ഇവിടുത്തെ ഒരു ലോക്കൽ ഡ്രിങ്ക് ആണ്, ലോക്കൽ ബിയർ അങ്ങനെയൊക്കെ പറയാം. റാക്ക് തുർക്കിഷ് റാക്ക് അതാണ് കേട്ടോ. ഞാൻ ഒരു സിപ്പേ കുടിച്ചുള്ളൂ, അപ്പളേക്ക് എന്റെ കിളി പോയി. നല്ല എന്താ പറയാ, ഇറങ്ങുന്നത് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. ഞാനിതാ അതെല്ലാം കുടിക്കുന്നത് മാറ്റി വെച്ചിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറൻ ആണ് കുടിക്കുന്നത്. അതും ഇതും കൂടെ മിക്സ് ആയ സീനാവും. ഞാൻ ഒരു സിപ്പേ കുടിച്ചുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നാട്ടില് എന്താ പറയാ, ലൈക്ക് പിരിയാൻ വേണ്ടിയിട്ടല്ലേ, കള്ളുടിച്ചിട്ട് പിരിയാൻ വേണ്ടിയിട്ട് യോഗട്ട് കുടിക്കില്ല, അതുപോലെ ഇത് യോഗട്ട് തന്നെയാണ്. ലൈക്ക് നമ്മുടെ ബട്ടർ മിൽക്ക്, നമ്മുടെ ലസ്സി എന്ന് പറയാം, അങ്ങനെ വേണേൽ കറക്റ്റ് പറയാം. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാനങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് കഴിച്ചു, ഫുള്ള് കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മള് അവന്റെ ഫ്രണ്ട്സ് വേറൊരു സ്ഥലത്ത് ആക്കിയപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവൻ ഒരു 2 മാസം മുന്നേ വന്നപ്പോൾ ഒരു സ്ഥലത്ത് അവൻ താമസിച്ച് അവന് താക്കോല് കൊടുത്തിട്ട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞ് ആ സെയിം സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. അവൻ അന്ന് താമസിച്ചിട്ടില്ല കേട്ടോ. ഏതോ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ കാറിൽ ഡ്രോപ്പാക്കി എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതോ സബ്വേല് താഴത്തു കൂടെ എല്ലാം പോകുന്നു കേട്ടോ. ഇവിടുത്തെ വീട് കണ്ടോ, ഇതിവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ട് വെക്കേഷൻ പോലെ താമസിക്കുള്ളൂ. മരം വെച്ചിട്ടാണ് ഫുള്ള് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഫുള്ള് കായൽ വ്യൂ ആണെന്ന്. ആ കാണുന്ന മൊത്തം കായലാണ്. രാത്രി ആയതുകൊണ്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതേ ഇവിടെ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. അവിടെ എന്തോ ബോട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബോട്ട് എന്തായാലും വെള്ളത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക, രാവിലെ ആയിരിക്കും കാണുള്ളൂ. ഇതേ അവിടേക്കും ബോട്ടുണ്ട്. പിന്നെ അതേ വെള്ളം ഇങ്ങനെ ഇളകുന്നത് എനിക്കിങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് കാണുന്നുണ്ട്. പിന്നെ സൗണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ, കാറ്റടിക്കുന്ന സമയത്ത്. ഇത് മുകളിലത്തെ നിലയിലാണ്. താഴത്തുനിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെയും ഇരിക്കാനുള്ള ഒരു സ്പേസ് എല്ലാം ഉണ്ട്. ഫുള്ള് സ്മോക്കിങ്ങിൻ്റെ സംഭവങ്ങളാണ് കണ്ടോ. ഇവിടെ എല്ലാവരും ഭയങ്കര സ്മോക്കിങ്ങാണ് കണ്ടോ. അത് അടിപൊളിയായിട്ടുള്ള റൂമെല്ലാം. സെറ്റ്. അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല. കാരണം നല്ല ടയർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം ഇന്നലെ ഒന്നും ബസ്സിൽ എനിക്ക് ഉറക്കം സെറ്റായിട്ടില്ല. കാരണം ഇതെല്ലാം മരം വെച്ചിട്ടുണ്ടാക്കിയത് നൈസായിട്ടുണ്ട്. ഇവിടെ ചില സമയത്ത് നല്ല തണുപ്പ് വരും, അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതെല്ലാം ചൂടിനെല്ലാം ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. നൗ ഇറ്റ്സ് ഗുഡ് ആഫ്റ്റർനൂൺ. 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എണീക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം എഡിറ്റ് ചെയ്തിരുന്നിട്ട് അങ്ങനെ ഇവരെ വെള്ളത്തേക്ക് തള്ളിയിട്ടാലോ. ഇതാണോ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വെള്ളമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ആഴം കുറവാണ്, ഇവിടെ വീണാലും ചത്തുപോയില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നല്ല ആഴമുണ്ട്. ഇവിടെ വരെ മാത്രമേ കാണുന്നുള്ളൂ. ഇതേ ബോട്ടെല്ലാം ഉണ്ട്. അവിടെ നോക്ക്, വീടുകൾ കണ്ടോ, 1-2 എണ്ണം. അതിങ്ങനെ 2 നിലയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അങ്ങോട്ട് എന്താ കടലാണെന്ന് തോന്നുന്നു. ബ്ലാക്ക് സീ. ഇസ് ദാറ്റ് ബ്ലാക്ക് സീ? യാ ബ്ലാക്ക് സീ ആണ് കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നമ്മളിങ്ങനെ എന്താ പറയുക, നോർത്തേൺ ബ്ലാക്ക് സീൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലേ, ഷിപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ ഭയങ്കര സീനൊക്കെ ആയിട്ട്, അതുപോലെയുള്ള ആ വലിയ ബ്ലാക്ക് സീ ആണത്. ഈ ഒരു പോർഷൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളിലേക്കുള്ളൂ. അതിൻ്റെ ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ വലിയ ബ്ലാക്ക് സീ ആണ്. എത്രയോ ഞാൻ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഗൊറേലെ GORELE എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബ്ലാക്ക് സീയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണത്. മിയാവ് ഉണ്ടല്ലോ അവിടെ, അതെല്ലാം അവിടെ ഉണ്ടാവും. ലെറ്റ്സ് ഗോ. നമ്മള് ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്. Maybe I'll take, because if maybe it is raining, I'll take കൊട എടുത്തുന്നയാ. ഇനി കൊട എടുത്തില്ലേ ചിലപ്പോൾ മഴ പെയ്താലോ. ഇതുവരെ മഴക്കാറില്ല. Tight. It's tight. More. Use more pressure. It's okay? Okay. Yeah. Meow. So, ഇവിടുന്ന് വിസിലടിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. വിസിലടിക്കുന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാഗ് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്.
വിസിലടിക്കുന്ന ഗ്രാമെല്ലാം കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാഗൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ചെറിയ ബാഗ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അവനും അവൻ്റെ ചെറിയ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വലിയ ബാഗൊന്നും എടുത്തിട്ടില്ല. കാരണം എന്തായാലും നമ്മൾ തിരിച്ചു വരും. ഇത് നോക്ക് എന്ത് വലിയ കയറ്റാ. ഇവരിങ്ങനെ പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി തോടും കേട്ടോ. ഒരു ക്യൂട്ട് ക്യൂട്ട്. ഹായ്, നോക്ക് എന്നെ വന്ന് തലോടുന്നുണ്ടാ, എന്നെ വന്ന് തലോടുന്നൊക്കെ സ്നേഹമുണ്ട്. സ്നേഹമുള്ളതുകൊണ്ട് എന്നെ വന്ന് തലോടുന്നു ഉണ്ടാ. അതിനിഷ്ടമാണ് നമ്മളെല്ലാം. നമ്മുടെ നാട്ടിലൊന്നും ഒരു പൂച്ച അടുത്തേക്ക് പോലും വരില്ല, അടുത്തേക്ക് പോലും വരില്ല, അടുത്തേക്ക് പോലും വരില്ല, അടുത്തേക്ക് പോലും വരില്ല. കണ്ടോ മിയാ മിയാന്ന് പറയുന്നു. ഡോഗുകളും ഉണ്ട് കണ്ടാ, കണ്ടാ തൊട്ടുരുമിരിക്കുന്നു. ഇവിടുത്തെ വീടുകൾ കണ്ടോ, ഇങ്ങനെ ഫുള്ള് ജസ്റ്റ് ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടാ. പക്ഷെ ഇവിടെ ഒന്നും ആൾത്താമസമില്ല, എന്നാലും ആൾത്താമസമുള്ള വീട്ടിൽ തന്നെ ജസ്റ്റ് ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീടാണ്. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്, മഴക്കാറുണ്ട്. അപ്പം ഞാൻ എന്തായാലും കുട എടുത്തിട്ടുണ്ട്. ഫുൾ ഗ്രീനാണല്ലോ, എൻ്റെ ജാക്കറ്റും കുടയും ഒക്കെ ഗ്രീന്. അവനെന്താ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 5 മാസമായിട്ടാണ് ഫുൾ ടൈം ഇങ്ങനെ നടന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ലൈക്ക് ഒരു ഫുൾ ടൈം ട്രാവലറായിട്ട് തുടങ്ങി 5 മന്ത്സ് മുന്നേ. നമ്മളിതാ റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഹിച്ചൈക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് വേറൊരാളുടെ കൂടെ ഇപ്പോൾ ഈ ഒരു രാജ്യത്ത് നിന്ന് ലിഫ്റ്റ് അടിക്കുന്നത്. അപ്പോൾ എന്താവെന്ന് അറിയില്ല. സാധാരണ എനിക്ക് പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടുന്നതാണ്. അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ലിഫ്റ്റ് ഈസി ആയിട്ട് കിട്ടിയതാണോ, അതോ ഈ രാജ്യം ലിഫ്റ്റ് ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണോ, അതോ ആൺകുട്ടികൾക്ക് ഇവിടെ ഈസി ആയിട്ട് ലിഫ്റ്റ് കിട്ടുമോ, അതൊക്കെ നോക്കാം. ഞാനതാണ് ആലോചിക്കുന്നത്. സോ അവൻ അപ്പുറത്താണ് നിൽക്കുന്നത്, ഞാൻ ഇപ്പുറം നിന്നത്. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം എനിക്ക്. വണ്ടികൾ നല്ല സ്പീഡിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ 2-3 വണ്ടി കൂടെ പോയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട്. വെയിറ്റ്, വെൽക്കം. ഞാൻ പറയുന്നു ഇവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കാം. ദിസ് സൈഡ് വി ഹിച്ചൈക്ക് ഫ്രം ഹിയർ. ഓക്കെ, ഐ തോട്ട് there. Okay. Okay, every time right. Okay. റൈറ്റ് ആണ്, പക്ഷെ ഇത് രണ്ടും കൂടെ ഒറ്റ റോഡേ ഉള്ളൂ. അതാണ് ഞാൻ വിചാരിച്ച അപ്പുറത്ത് നിന്നിട്ട് അടിക്കാൻ. ലെറ്റ്സ് സീ. എളുപ്പമൊന്നും എല്ലാം തോന്നുന്നു, കാരണം ഇപ്പോൾ 5 മിനിറ്റ് ആയി. സാധാരണ 5 മിനിറ്റ് തന്നെ എനിക്ക് ലിഫ്റ്റ് ഉണ്ടാവും. 2 റീസൺ ഉണ്ട്. ബാഗില്ല, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ബാഗായിട്ട് ഏറ്റി നടക്കണ്ടേ, നമ്മൾ നോക്കാന് കിട്ടുന്നില്ല. നമുക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുള്ളിക്കാരനാണ്. നമുക്ക് കുറച്ച് ദൂരമാണ് ഈ മെയിൻ റോഡിൽ കൂടെ പോകണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് പോകാനുണ്ട്. താങ്ക് യു സോ മച്ച്. അവരിത് അവിടെ ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. അവരുള്ളതുകൊണ്ട് എനിക്ക് ഭാഷ സംസാരിക്കാനൊന്നും ഒരു പ്രശ്നമില്ല, ഈസിയാണ്. ഫുൾ അവൻ സംസാരിച്ചാൽ മതിയല്ലോ, കാരണം ഇവരുടെ ആക്സെൻ്റ് ഒന്നും മനസ്സിലാവും. അവൻ പറയുന്ന ഇംഗ്ലീഷ് തന്നെ എനിക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ പിന്നെ ടർക്കിഷ് എങ്ങനെ മനസ്സിലാക്കാനാ? ഇതുണ്ടോ, കുറച്ചൊരു മൗണ്ടൈൻ ആയിട്ടുള്ള ഏരിയ ആണിത്. ഇനി അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ള് കടല്, ഈ ഒരു സൈഡ് ഫുള്ള് മൗണ്ടൈൻ, അങ്ങനെയുള്ളത്. ഇതേതോ വഴിയാ? അവനക്ക് കൊണ്ട് നമ്മൾ വേറെ ഏതോ ചെറിയ വഴി കൂടെ കയറിയിട്ട് പോകുന്നു. ഇതുപോലത്തെ ചെറിയ പള്ളി നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ കാണാം കേട്ടോ. പക്ഷെ ഇവര് ഒരുപാട് റിലീജിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കണ്ടോ, നോക്ക്, അതായത് അതിന്റെ മലയുടെ എല്ലാം മുകളിലാണ് വീടുകളുള്ളത്. കണ്ടോ, കാണുന്നില്ലേ? ഏറ്റവും മുകളിലൊക്കെയാ വീടുള്ളത്. നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നോ അത് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് കഴിക്കാൻ പറ്റുമെന്ന്. കഴിച്ചോക്കിയിട്ട് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെല്ലാം ട്രൈ ആക്കി നോക്കാം. പുളി. ഓക്കെ, 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്നാവും പറയുന്നത്. തിന്നാൻ പറ്റുന്ന സാധനം തന്നെ. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ദിസ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദാറ്റ്. Yeah, you know the name English? No. Yeah, ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് തന്നെ. എനിക്കറിയ പോലുമില്ല അതെന്താണ് ഏതാണ് എന്നൊക്കെ. അവന് ഒരു ദിവസം 20 കിലോമീറ്റർ നടക്കണ ആളാ. 20ഉം 75ഒക്കെ ഇടയ്ക്ക് നടക്കലുണ്ട്. 50 കിലോമീറ്റർ 30 കിലോമീറ്റർ എല്ലാം നടക്കും. നടന്ന് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബാഗ് പോലും ഇല്ലാണ്ട് അവന് വേണേൽ ഫുള്ള് നടന്നു പോവാം. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളു പോകാനായിട്ട്. നമ്മളെന്തായാലും ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിക്കണം, എന്നിട്ട് വേണം പോകാനായിട്ട്. അവിടുന്ന് അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ തോന്നുന്നു.
എവിടേക്കാന്നറിയില്ല, അവനാണ് ചോദിച്ചത് എവിടേക്കാ പോകണമെന്നൊക്കെ. Vallahi ben çıkmıştım abi. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. Ben Rize'ye kadar gittim. Arkadaş buralardaydı. Onun için geliyor. നോ ഐഡിയ. അയ്യോ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ടൗണിലെല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. Every people what say? I'm forgot. I'm forgot. ഇത് നോക്ക് നമ്മള് ഹോസ്പിറ്റാലിറ്റി, യെസ് ഐ നോ. ഇത് നോക്ക്, ഇപ്പൊ ഈ ഫുഡ് നമുക്ക് തരുന്നില്ലേ, അത് ഞാൻ ഇപ്പൊ വണ്ടി ലിഫ്റ്റ് അടിച്ചില്ലേ, ആള് വേഗം ഓടി വന്നിട്ട് പൈസ കൊടുത്തിട്ട് ആള് പോയി. അതായത് ഇവന് എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് മേടിച്ച് തന്നത് ആള്. ഇത് ഇപ്പൊ നമ്മൾ ലിഫ്റ്റ് അടിച്ച വണ്ടിയിലെ ആളാണ് നമുക്ക് മേടിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവൻ പറയുന്നത്, ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് അതെല്ലാം പറയുന്നത്. ഈ ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ആൾക്കാർ, ഗ്രാമപ്രദേശമൊക്കെ ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ കണ്ടില്ല, എനിക്ക് ഫുൾ ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഫുൾ ഗുഡ് എക്സ്പീരിയൻസാണ്. പിന്നെ ഇവൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായില്ലേ, അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ ദിവസവും താമസിക്കുന്നത് ഇവിടുത്തെ ഓരോ ആളുകളുടെ വീട്ടിൽ, ലോക്കൽ ആളുകളുടെ വീട്ടിലാണ്. പിന്നെ ഓരോ ദിവസം ഫുഡ് കഴിക്കുന്നതായാലും ഓരോ വീടുകളിലേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യും നടക്കുന്ന സമയത്ത് കണ്ടിട്ട്. അങ്ങനെയാണെന്ന് അവൻ പറഞ്ഞ്. അതപ്പോൾ ഞാനും അങ്ങനെ തന്നെയല്ലേ, ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് കുറേ ഓരോരുത്തർ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകും, ഫുഡ് വാങ്ങി തരലൊക്കെ ഇല്ലേ. ഇത് കഴിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാണാനൊക്കെ എന്തോ നമ്മളെ പൊറോട്ടൊക്കെ പോലെ ഒരു ഫീലൊക്കെ ഉണ്ട്. What is this? Börek. എന്താന്ന് മനസ്സിലാവുന്നില്ല. You like it? Yeah, it's okay. It's okay. Other? ഒരു എന്താ പറയാ, ദോശൻ്റെ ഒക്കെ ടേസ്റ്റ്, ഒരു പുളി കുറക്കുന്ന എന്തോ പറഞ്ഞു. പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ല ഇതിന്. ഇതിലെന്തോ കാണുന്നുണ്ട്, ചീസാണ്. ഭയങ്കര ഓയിലിയാ, ഉപ്പാണ്. പിന്നെ കുഴപ്പമില്ല. നമ്മളിത് അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടെ അവൻ്റെ കയ്യിൽ കൊടുത്തതാ, കാരണം ആ ഹൈറ്റ് കാരണം. എത്ര 190 അവൻ്റെ ഹൈറ്റ്, എത്ര ഹൈറ്റാ. ഞാൻ ഷൂ ഇട്ടിട്ടു, ഞാൻ ചെറുതാ. ഷൂവിൽ ഓൾറെഡി നല്ല ഹൈറ്റ് ഉണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി അതോ ഒരു വില്ലേജിലെത്തി. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം, അപ്പം അതിനുവേണ്ടി അതിൽ കഫ തപ്പിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വില്ലേജിലേക്ക് പോകണം, അപ്ലോഡ് ചെയ്യാൻ. എനിക്ക് 7 ദിവസം അൺലിമിറ്റഡ് നെറ്റ് ചെയ്ത്, പക്ഷെ അത് കിട്ടുന്നില്ല. അതെന്താണ് എനിക്കറിയില്ല, അത് കിട്ടിയിട്ടില്ല. അവിടെ നോക്ക്, ഒരു ഫോഗല്ല, ഇപ്പൊ മൗണ്ടെയിൻ ആയിട്ടുള്ളത് ഉണ്ടോ. അങ്ങനെ മുകളിലേക്ക് കയറി പോണം. അങ്ങനത്തെ സ്ഥലം ഇപ്പൊ ഫുള്ള്. ഇത് നോക്ക്, വെള്ളമെല്ലാം ഇങ്ങനെ വന്ന് ഇതാ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞേക്കുന്നത്. അവിടെ എല്ലാം ലാൻഡ് സ്ലൈഡ് ആയേക്കാം. അവിടുത്തെ പകുതി ഇങ്ങനെ പോയിട്ടുണ്ട്. അവിടെ ഉണ്ടോ, അവിടെ ഫുള്ള് ഫോഗ്. നമ്മൾ കഫേ തപ്പി നടക്കുകയാണ്. കഫേ എവിടെ കിട്ടുമെന്ന് അറിയില്ല. അങ്ങോട്ടൊക്കെ ഫുള്ള് ഫോഗാ. അങ്ങോട്ടും ദൂരെ നോക്ക്, കണ്ടോ ഫുള്ളിങ്ങനെ വൈറ്റ് ഫോഗായിട്ട് നിൽക്കുക. അതിന് മുകളിലൊക്കെയാണ് ഓരോ വീടുകളൊക്കെ കാണുന്നത് കേട്ടോ. ആ ഹിയർ ഓക്കെ. ഇപ്പം മഴ കുറഞ്ഞു, അധികം മഴയില്ല, ചെറിയ ചാറിലുള്ളൂ. പോയോക്കാം അപ്ലോഡ് ചെയ്യാൻ. എൻ്റെ നെറ്റ് അത്രയും ചെയ്തിട്ട്, അത്രയും പൈസയൊക്കെ ചെയ്തിട്ട് കിട്ടുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് എൻ്റെ വിഷമം. പൈസ ഇത്രയും കൊടുത്തില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും ഡാറ്റയൊക്കെ ചെയ്തിട്ടും അതാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇതാണ്, എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ. ജോർജിയയിലും എന്താവോ എന്തോ അടുത്ത് ജോർജിയയിലേക്ക് പോകുന്നത്. അവിടെ ഉണ്ടോ ഫുൾ ഫോഗി, കാണുന്നില്ല. കാരണം ക്ലൗഡ്സ് ഭയങ്കര മുകളിൽ നിൽക്കുന്നത് താഴേക്ക്. വൈഫൈ തപ്പിയിട്ട് അവിടെ പോയിട്ട് വൈഫൈ ഇല്ല. അവനവിടെ 2 മാസം മുന്നേ വന്നതാ, പക്ഷേ 2 മാസം മുന്നേ വന്നിട്ട് വൈഫൈ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഷിപ്പില്ല. നമുക്ക് നേരെ പോകണം, ലിഫ്റ്റ് അടിച്ചോ എങ്ങനെയെങ്കിലൊക്കെ പോകണം. You been there before? Yeah. That village? That village. Yes? Going, Yeah. 10 kilometer. Yeah, you already been before? You already went there before? I don't understand. You going first time there? No. No. Fourth time. Second time? I'm going fourth time.
ആ ഇവൻ പറയണ എനിക്ക് മനസ്സിലാവുള്ള, ഞാൻ പറയണ ഇവന് മനസ്സിലാവുള്ള. ആ ഒരു കാറിൽ നമ്മൾ ലിഫ്റ്റ് അടിച്ചിട്ട് ഇത് ചെറിയൊരു ടൗണിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഒന്നും കൂടെ പോകണം അടുത്ത വില്ലേജിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ വെതറാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. ഇങ്ങനത്തെ വെതറാണെങ്കിൽ ഒരു സുഖമില്ല. നല്ല തണുപ്പുണ്ട്, തണുപ്പ് പ്രശ്നമല്ല, പക്ഷെ നല്ല വൃത്തിയിട്ട മഴയും ഭയങ്കര ഇരുട്ട്. ഒരു 3 മണി ആയിട്ടുള്ളൂ. 3 മണിക്ക് തന്നെ ഭയങ്കര ഇരുട്ടായിട്ടുള്ളത്. നോക്ക്, ഫിഗ് അല്ലേ ഇത്? ഫിഗിൻ്റെ ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ ചെടിയിലെല്ലാം ഇങ്ങനെ ആയിട്ട്. നോക്ക്, ഞാൻ അതിന് മുന്നേ ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഫിഗ് ഇങ്ങനെ നോർമലായിട്ട് വഴിയിലൊന്നും നമുക്ക് കാണാൻ പറ്റൂലല്ലോ. കണ്ടോ, നോക്ക്, ഇവിടെ എല്ലാം ഇങ്ങനെ കാണാം. നമ്മൾ നോക്ക് ഇതുവഴി ഇങ്ങനെ നടക്കുകയാണ്. ചെറിയ വഴിയും നല്ല പീസ്ഫുൾ സമാധാനമായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ഏയ്, വാട്ട് ഈസ് ദിസ്? ദിസ് വൺ, വിച്ച് ഫ്രൂട്ട്? This is fundak. Huh? Fundak. Fundak? What's that? It's a fruit? Inside chocolate have a fundak. Cocoa? No, no cocoa. Not cocoa. Hazelnut? Hazelnut? Hazelnut, I think. I think hazelnut. Inside the chocolate, hazelnut. Because I saw some place hazelnut pictures. This is fundak. Show me. 1 minute, where is the girl? Yeah. This is... Yeah, it's hazelnut. It's hazelnut. ഇവിടെ ഹേസൽനട്ടിന്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ഹേസൽനട്ടിന്റെ, ഞാൻ ആദ്യമായിട്ടാണ് ഹേസൽനട്ടിന്റെ ഒരു ഇതെല്ലാം കാണുന്നത്. നോക്ക്, ഫുള്ള് കോടെല്ലാം ഇറങ്ങി ഭയങ്കര രസനാണോ. കോടെല്ലാം ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ട്രൈ നിർത്തും എന്തോ. നിർത്തും ഉറപ്പായിട്ടും. They will stop for sure. I hope. We will stay in the back. Yeah. No? Yes, they stop. Run. Ask. Let's stay here. നിർത്തി എന്തായാലും കയറാൻ പറ്റുമായിരിക്കും. ഫ്രണ്ടിൽ തന്നെ സ്ഥലമുണ്ട്. അപ്പൊ നമ്മള് ഫ്രണ്ടിലാണ് കയറിയിരുന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. കേട്ടോ, ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. ഞാൻ വിചാരിച്ചു ബാക്കിലൊക്കെ കയറി നിന്നിട്ട് കുറച്ച് തണുപ്പൊക്കെ കൊണ്ടിട്ട് പോവാന്ന്. പക്ഷെ അങ്ങനെയല്ല, അവർ നമ്മളെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയത്. പോകുന്ന വഴിയെല്ലാം നമുക്ക് ഫുള്ള് കോട ഇറങ്ങിയിട്ടാണുള്ളത്. അങ്ങോട്ടെല്ലാം ഒന്നും കാണുന്നു പോലില്ല. കോടാമഞ്ഞിനോ നൈസ്. എനിക്ക് ഇങ്ങനത്തെ ഇതാ ഇഷ്ടം. അതൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ വാട്ടർഫോൾസ് ഉണ്ട്. ഞാൻ എവിടെയോ എത്തിയ പോലെ ഉണ്ട്. കേരളത്തിൽ വയനാടൊക്കെ പോലൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. നൈസ് പ്ലേസ്, എനിക്ക് ഇഷ്ടപ്പെട്ടെ. നമ്മളിങ്ങനെ നടക്കുമ്പോ അല്ല ഇവന്റെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഇവന്റെ വീഡിയോസ് എന്തോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇവര് വന്ന് നമ്മളടുത്ത് സംസാരിച്ച് അങ്ങനെയാണ് കേട്ടോ. ഹായ് ഉണ്ടോ? ഇവിടെ നോക്ക്, മഴ പെയ്തിട്ട് വെള്ളമെല്ലാം കൂടി കളറെല്ലാം മാറിയിട്ടുണ്ട്. വെള്ള കളർ ആവേണ്ട വെള്ളമാണ്, പക്ഷേ ഇപ്പൊ നല്ല മഴയായിരുന്നില്ല ഇത്ര നേരം. അതുകൊണ്ട് തന്നെ മലയിൽ നിന്നും കുത്തിയൊലിച്ച് വരുന്ന ചെളിവെള്ളമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ചെറിയൊരു ഗ്രാമമാണ്. ഇനി ഇവിടുന്ന് വീണ്ടും നമുക്ക് കുറെ ദൂരം നടക്കാനുണ്ട്. ഷുവർ. So these guys watched your videos, right? He say take a photo. No, I'm asking. Yeah. They already saw your video, right, before? Yeah. Yes? I'm sent every day video for Instagram. 200,000 in watch Instagram. Yeah. Everyone see. Yeah. Okay. Say welcome. Thank you. ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എല്ലാം എടുക്കാണ് കേട്ടോ അവര്. ഈ ഗ്രാമത്തിൽ അവരെല്ലാം ചായ കുടിക്കാൻ വിളിച്ചാണ്. ചായ കുടിക്കില്ല പറഞ്ഞപ്പോ വേറെ എന്തോ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഉണ്ട് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുകയാണ് കേട്ടോ. ഹായ് താങ്ക് യു. ഫുൾ ടീം ഉണ്ട് കേട്ടോ. ഫുൾ ആൾക്കാർ വിളിച്ചിട്ട് നമ്മളെ ഇതാക്കാണ്. ഹായ്. ഇതുണ്ടോ ഈ ഓറഞ്ച് കളറിൽ എന്തോ സാധനം, ഇതാണ് കുടിക്കാനുള്ള, ചായ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇതെന്താ നിങ്ങൾക്കല്ല, ചൂടുള്ള എന്തോ ഓറഞ്ച് കളറുള്ള സാധനം. ഇത് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അവര്. മറ്റിൽ വന്നപ്പോ കണ്ടോ എല്ലാരും നല്ല സ്നേഹമുള്ള ആൾക്കാരായി. എന്തായാലും ഞാൻ ഇത് കുടിച്ചോട്ടെ. ചൂടാണ് കേട്ടോ, നല്ല ചൂട്. I'll add the sugar. Yeah, if you want. Yeah. With sugar, if you want without. Yeah. ഒരു ഷുഗർ ആഡ് ആക്കിയിട്ടുണ്ട്. ഓറഞ്ച്. ഒരാഞ്ഞാന്ന് പറയുന്നവര് ഓറഞ്ച് കേട്ടോ. ഓറഞ്ച് ചൂടുള്ള ഓറഞ്ച് ജ്യൂസോ, അത് കൊള്ളാട്ടോ, വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും
O dünyayı geziyor. ഞാൻ ആദ്യമേ ഇങ്ങോട്ട് വരണായിരുന്നു. ഇന്നലെ ആ മഴ കാരണം ഞാൻ ഇങ്ങോട്ട് വരാൻ. ഇന്ന് ചെറിയ മഴയുള്ളൂ. Aynen. കുടിച്ചോട്ടെ. Abi bir de Reyhanlı'daymış ya. Çok sıkıntılı bir yer. ഭയങ്കര ടേസ്റ്റ്. നമ്മള് Şiveyi kaptım zaten. രസനൊക്കെ കലക്കി ടാങ്ക് ഒക്കെ ഇല്ലേ, ടാങ്ക് കുടിക്കുക എങ്ങനെ, ടാങ്ക് തിളപ്പിച്ചിട്ട് കുടിച്ച എങ്ങനെ ഉണ്ടാവും ആ സെയിം. അപ്പൊ ഒരു കട്ട പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ടാവും, 2 കട്ട ഇട്ട്. ഇവിടെ ഫുൾ ഇങ്ങനെ കട്ട പഞ്ചസാരയാണ്, പൊടിയായിട്ടുള്ള കാണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാട്ടാ. ചായ പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് എല്ലാരും കുടിക്കുന്നത്. പിന്നെ വലിക്കണ കാര്യം ഞാൻ പറയണ്ടല്ലോ, വലിയോട് വലിയ എല്ലാരും, വൻ വലിയ കണ്ടാ. എവിടെ നോക്കിയാലും വലിച്ചോണ്ട് കിടക്കലാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പണി. Tam içince bir daha içer. ഇവര് പിന്നല്ലേ, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, എല്ലാരും കൂടുതൽ ഒന്നിലെ വൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സ് അങ്ങനെ ഇടാം മിക്ക ആൾക്കാരും കേട്ടോ. നോക്ക് ഇവിടെ ഒക്കെ എല്ലാരും ബ്ലാക്ക് അല്ല ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റ്. We go to Hindistan. ഓക്കെ ഓക്കെ ഓക്കെ. എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയാണോ തുർക്കിയാണോ ഇഷ്ടമായത് എന്നൊക്കെ. ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, രണ്ടും ഇഷ്ടം, എല്ലാം ഇഷ്ടാന്നൊക്കെ. ഇങ്ങോട്ട് കുടിച്ചോട്ടെ, ഒരു പഞ്ചസാരയും കൂടി ഇട്ടിട്ട്. Ben Instagram'da paylaştım mı? Türkiye bir vatandaş ഇത് അത് തന്നെ ചൂടുള്ള ടാങ്ക്, ടാങ്ക് കലക്കി ഇത് ചൂടുള്ള സെറ്റ് അടിപൊളി. എന്തായാലും ഞാനത് ഫുള്ള് കുടിച്ചിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണെന്നല്ല, ഇഷ്ടമായി. പിന്നെ ഈ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഷേപ്പും ഈ കുഞ്ഞ സ്പൂൺ ഉണ്ടല്ലോ, കുഞ്ഞ സ്പൂണ്, അത് പഞ്ചസാര ഇട്ട് ഇളക്കാൻ വേണ്ടി മാത്രമുള്ളത്. പിന്നെ ഈ ചില്ലിന്റെ സാധനം പൊമ്മി ആ 2 എണ്ണമൊക്കെ നോക്ക്, എത്ര ആൾക്കാരാ ഇതെവിടെയൊക്കെ ആൾക്കാർ ചുറ്റും കൂടിയിട്ടുള്ളത്. അടിപൊളി. വില്ലേജിലെ ആൾക്കാർ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, നല്ല മനുഷ്യരായിരിക്കും. അത് ഈ ലോകത്തിന്റെ മറ്റേ യൂണിവേഴ്സൽ ട്രൂത്താണ്. എപ്പോഴും അങ്ങനെ വില്ലേജസിലെ ആൾക്കാർ അടിപൊളിയായിരിക്കും. ഈ സിറ്റിയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ഇത്, അതെന്താന്ന് എനിക്കറിയൂല. ഇവിടെ നോക്കി ഇവര് നമുക്ക് ലിഫ്റ്റെല്ലാം നമ്മളെ ഓൾറെഡി കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതേ ഇവിടെ ഈ വണ്ടിയിൽ കയറ്റിയിരിക്കാണ്. അവിടെ വില്ലേജിലേക്ക് 1.5 കിലോമീറ്റർ ഉള്ളൂ, അങ്ങോട്ട് ആക്കി തരും. ഞാനിതാ ഈ സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. കുഷ്കോയ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ ബോർഡ് വെച്ച് അതിന്റെ പുറകിൽ നോക്ക്, ഫുള്ളിങ്ങനെ കോട മൂടിയിരിക്കുകയാണ്. അവിടെ ഇവിടെ ഒക്കെ നോക്ക്, മലേന്റെ മുകളിലാണ് വീടെല്ലാം. കണ്ടോ, നൈസാണ്. കുഷ്കോയ് എന്നാണ് ആ സ്ഥലത്തിനെ പറയുന്നത്. ഇവിടെയാണ് ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുള്ളത്. എനിക്കറിയില്ല, ഇവർക്കൊരു ഫെസ്റ്റിവലൊക്കെ ഉണ്ട് തോന്നുന്നത്. ഫെസ്റ്റിവലിനെ പറ്റി എഴുതിയേക്കണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എക്സാക്റ്റ് ആയിട്ട്. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ മോഡേൺ ആയി തുടങ്ങുമല്ലോ, അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു റിവറെല്ലാം ഒഴുകി പോകുന്നുണ്ട്, അത് കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു പള്ളിയും, പിന്നെ ഇവിടെ നോക്കി കുറേ കൃഷിയിടങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ ഉണ്ടോ, അതിൻ്റെ മലേൻ്റെ മുകളിലേക്ക് തന്നെയാണ് വീടുകളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ നോക്ക്, അവിടെ നിന്ന് വീട് കാണുന്ന പോലും ഇല്ല, കാരണം ഫുള്ള് ഫോഗ് മൂടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് കാണാത്തത്. ഇങ്ങനത്തെ വില്ലേജുകൾ ഇവിടെ ഒരുപാടില്ല കമ്പാരിറ്റീവ്ലി. എല്ലാം ഇപ്പോൾ വലിയ വലിയ സിറ്റിയും വലിയ വലിയ ടൗണൊക്കെ ആയി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോർജിയയിലൊക്കെ കുറച്ചും കൂടെ ഗ്രാമീണതയൊക്കെ കൂടുതലുണ്ട് എന്നുള്ളത്. നമ്മള് ദാർഡോ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ. ഇവര് വിളിച്ചിട്ട് വന്നത്, നമ്മളെ കാറിൽ വന്നിട്ട്. അവരുടെ വീടാണോന്ന് എനിക്കറിയില്ല, ആരോ വീട്ടിൽ വന്നിട്ടില്ലേ. ഹായ്. Merhaba de. Selamlar. മെർഹബ. മെർഹബ എന്ന് പറഞ്ഞാ ഹലോ അങ്ങനെ പറയുന്ന കേട്ടോ. ഫുള്ള് മാറ്റ്, ഇവിടെ രസാണ് ഈ മാറ്റെല്ലാം കാണാൻ തന്നെ കേട്ടോ, അടിപൊളി. വീടിന്റെ ഉള്ളില് കേറിയിരിക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, നൈസ്. ആരുടെ വീടാന്നുള്ളത് മാത്രമാണ് എനിക്കറിയാത്തതുള്ളൂ. ഞാൻ വിചാരിച്ചു വില്ലേജ് എന്നൊക്കെ പറയുമ്പോ ചെറിയ ചെറിയ വീടാന്നൊക്കെ, പക്ഷെ വലിയ വലിയ വീടുകളാട്ടോ വില്ലേജിൽ മൊത്തം കാണുന്നത്. Seni ağlattıydım bugün, bileyim mi? Gene öyle ağlatırım seni. Kaybol. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ വീടാണ് ഈ വീട്. ഇത് കേട്ടോ, നോക്ക് വീട്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ, എന്ത് രസാ. ഇത് തുറക്കാൻ കിട്ടില്ലേ, ആ കണ്ടോ, വാ എന്ത് ബ്യൂട്ടിഫുള്ളാ. ഈ സ്ഥലത്താണ് കേട്ടോ, നോക്ക് വീടെല്ലാം ഭയങ്കര അടിപൊളി വ്യൂ. തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഇതെല്ലാം നല്ല ചൂടുണ്ട്. ഇപ്പൊ ചൂടാക്കിയിട്ട് അവർ ഓൾറെഡി ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ചാരി നിൽക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഇതാവുന്നുണ്ട്. കണ്ടോ, അതിന്റെ ഒക്കെ മുകളിലാണ് വീടുള്ളത്. നല്ല അടിപൊളി വ്യൂ. ഇതെന്താന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചപ്പോ അവന് തന്നെ ഇംഗ്ലീഷിൽ പറയാറിയില്ല, നോക്കിയിട്ട് പറഞ്ഞുതരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത് ബ്രെഡ് ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട്
എന്തോ ഒരു മീറ്റിന്റെ എന്തിൻ്റെയൊക്കെ ഫ്ലേവർ എനിക്ക് വരുന്നുണ്ട്. ഇത് ഓൾറെഡി രാവിലെ കഴിച്ചത്. ഇത് ഉണ്ടോ ഒന്നാന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു നെയ്യിൻ്റെ ഒരു മട്ടണോ അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ്? Tarhana. Tarhana. Tarhana, yeah. Nice name, Tarhana. So what about this? Ras. Börek. Borik? Börek. Borik. Yeah. Börek. Peynirli. No idea Having anyway. Cheese. Cheese. Yeah. Cheese. Cheese. Bu da cheesecake. Cheesecake. Cheesecake? Kak. Cake. Yeah, cake. ഏതോ ടൈപ്പ് കേക്കും എന്തൊക്കെയോ ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. Ben çaycıyım. ആ He Çaycıyım eat ben. tea. യാ ഇവിടെ ജ്യൂസല്ല സൂപ്പ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ദേ പിലാവ് തന്നിട്ടുണ്ട്. കണ്ട Hadi şu an നമ്മുടെ altın arıyor. ഗോതമ്പ് ഉപ്മാവ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കഴിച്ച പിലാവിൽ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഉപ്മാവ് പോലെ പച്ചക്കറി എന്തോ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ടീ കൾട്ടിവേഷൻ ആൻഡ് ഹേസിൽനട്ട് കൾട്ടിവേഷൻ. ഓക്കെ. And have a apple. Apple. Little bit. Okay. Not so much, but have a little bit apple. ഓക്കെ. And What? Oturduk bunlar ne diyor? forest. What? Yeah, forest. ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കാണ്, ലൈക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മരങ്ങൾ കാണിച്ചിട്ട് ഇതൊക്കെ എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് കൃഷി എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞ ഹേസിൽനട്ടും പിന്നെ ഇതൊക്കെയാണ് ഇങ്ങനത്തെ കൃഷികളാണ്, ആപ്പിളും പിന്നെന്താണ് ടീ പ്ലാന്റേഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഹേസിൽനട്ട് ഇതുവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതിന്റെ പ്ലാന്റേഷൻ ആളുടെ വീടാണ്, ആളുടെ സിസ്റ്ററാണ്, ആളുടെ മദറാണ്, ആളുടെ ഫാദറാണ്, ആളുടെ ചെറിയ അനിയനാണ്. ചെറിയ അനിയൻ കേട്ടോ ഇത്. അങ്ങനെ ആളാണ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കാണ് ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പൊ അവന് 19-20 വയസ്സാവുന്നുള്ളൂ, അവന് 24. ഹൗ ഓൾഡ് ആർ യു? Yaşlı mısın? Aynen. Nasıl? 24'ten beri. 24. 24. 24, yeah. Your age. Yeah. Yeah. What he doing? Ne iş yapıyor? Çalışıyorum. Market işi. He's sahibi. Ah? He's working market. മാർക്കറ്റ്. Yeah. ഓക്കെ. സോ ഇവിടെ ഞാൻ ചോദിക്കാണ്, അപ്പൊ ഇവരുടെ ഫാദറിന് എന്താ ജോലി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ സോൾജർ, ഹി വാസ് എ സോൾജർ ബിഫോർ. Before soldier, but inside in work time have a problem. What say? I check 1 minute. ഓക്കെ. എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തോ പറഞ്ഞത്, ഇവർക്ക് ആരോ പൈസ കൊടുക്കും, ഇപ്പൊ ജോലിയില്ല. അപ്പൊ ആർക്കും ഇവിടെ ജോലിയില്ല. ഇവിടെ ആർക്കാ ജോലി? മോന് ജോലിയില്ല, ഇവന് ജോലിയില്ല. ഒരു 4 മക്കളാണ്. അതിലെ ആ പെങ്കൊച്ചും ഈ ചെറുതും ഇവനും വേറൊരുത്തനും കൂടെ ഉണ്ട്. അത് സ്കൂളിലെന്തോ പോയി എന്നാ പറഞ്ഞത്. ഹിസ് മദർ ഹാവ് എനി ജോബ്? മദർ? നോ. അവനെന്തോ ഇത് കറക്റ്റ് എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട്. The soldier was warned to rank the conflict. Can I see? You can see. Yeah, the soldier was wounded during the conflict. Okay. What happened? Wounded എന്ന് വെച്ചെന്താ? Here. എന്തെങ്കിലും പറ്റിന്നല്ലേ? What happened? Here. His health is okay? Nereden geldi? Nereden şey? Oh, okay. Okay. Here. Okay. So now he is not working. Now I'm not work, but every month my country he send money Okay. for before soldier. Okay, I understand. But so how many years he will take rest, or he will go back to the work, or? Kaç senedir çalışmıyor diye soruyor. Kaç sene önce? Olay nereden oldu? 2002 kaç senesi? Before 22 years, not for 23. 22 years ago, he's have a problem in work. Okay, so next he don't work, or No, he don't work the whole life now. no. Just sitting, he will get money like that. Every month my country send money. But is that okay for 4 people? Sorry, 6 people? Easy in Turkey, easy. Easy. So what about the any cultivation they have? They making I any? don't understand you. Means I they put like all the tea plantation, hazelnut, something like that they have.
Şey diyor, tarımla uğraşıyor musunuz? Evet. Yeah. Yes, yes. Yes, evet, evet. What they have? Have Damfras, Hazelnut. Which one? Hazelnut. Hazelnut. Yeah, Okay. hazelnut. Okay, hazelnut. ഹേസൽനട്ട് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. İngilizcen അവർക്ക് ലൈഫ് ലോങ് അപ്പോൾ പണിയെടുക്കാണ്ട് അങ്ങനെ പണ്ട് പണിയെടുത്തതിന്റെ ഇതില് പൈസ കിട്ടും. അങ്ങനെയാണ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ബൈ ബൈ. നമ്മളിനിപ്പോ ഇവിടുത്തെ ഈ വില്ലേജ് എല്ലാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാ ഇവനുണ്ടോ വലിച്ചോണ്ട് നടക്കുന്നത്, സിഗരറ്റ് എല്ലാം വലിച്ചിട്ടാണ് നടക്കുന്നത്. നോക്ക്, ഇവിടെ എല്ലാരും ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ 20 വയസ്സുള്ള പയ്യൻ വീട്ടിൽ നിന്ന് ആരും കാണാണ്ടാ വലിക്ക, ഇവിടെ എല്ലാരും കാണിച്ചിട്ടാ വലിക്ക. ഇതൊക്കെ ഇത് കോണെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവർക്ക് ഇവരുടേതായ കുറെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് കണ്ടോ നല്ല കോടെല്ലാം ഇറങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ബാഗ് എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഇന്ന് താമസിക്കായിരുന്നു. നമ്മൾ ബാഗ് പക്ഷെ എടുത്തിട്ട് വന്നിട്ടില്ല. ഇനി ഇവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഇത് നോക്ക്, എന്ത് ഇതായിട്ടുള്ള കുത്തി ഒഴുകുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. അങ്ങോട്ട് അവരിങ്ങനെ നടന്നു പോന്ന്. അവൻ സിഗരറ്റ് വലിക്കും, എൻ്റെ ഫ്രണ്ട് ഫുൾ ടൈം വലിയാണ്. അത് അവൻ്റെ വീഡിയോയിലാവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നോട് പറയാം വീഡിയോയിൽ കാണിക്കണ്ട, അത് എൻ്റെ വീഡിയോയിലല്ല, ഞാൻ ഇടുന്ന ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ കാരണം റീസ്റ്റോറി എല്ലാം ചെയ്യല്ലോ, അതാണ് കാരണം. അവൻ ഓൾറെഡി പറഞ്ഞു ഞാൻ വലി നിർത്തിന്ന്. എന്നിട്ട് അവൻ ശരിക്കും നിർത്തി. 1 മാസം അവൻ വലിച്ചില്ല. ആ 1 മാസം കഴിഞ്ഞിട്ട് വലി വീണ്ടും തുടങ്ങി. അപ്പം അത് പിന്നെ മാറ്റി പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവൻ പിന്നെ അത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇത് നോക്ക്, പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണാം കേട്ടോ. നമ്മളിനി തിരിച്ചു പോവാണ്. ഇരുട്ടായിട്ടുണ്ട്, 5:30 ആയിട്ടുള്ളൂ, പക്ഷെ നല്ല ഇരുട്ടായി. നല്ല രസമുണ്ട്, ഏതോ ഹിമാചലൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്ക് കണ്ടോ, അതിന്റെ മുകളിലാണ് വീട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവിടെ മല കുറേ ഉണ്ട്, അതെല്ലാം ഇങ്ങനെ വെള്ളം മൂടി പോകായിട്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെയും പോകും മൂടും, കാരണം അതിങ്ങനെ കോട ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. നോക്ക്, ഇവര് കളിക്കുന്ന എന്തോ ഒരു ഗെയിമാണ് കണ്ടോ. ഞാൻ വിചാരിച്ച് Hoş geldiniz. He say welcome. ഓക്കെ, താങ്ക് യു. Not everyone speak, right? Not everyone. Okay. Not everyone. ഞാൻ വിചാരിച്ചത് എല്ലാവരും ഇങ്ങനെ കിളി കൂവുന്ന പോലെയാണ്. മോർ Biraz daha konuşabilir mi diyor abi. Sen bana daha sor. ഇവരാരും സംസാരിക്കില്ല, ആള് മാത്രമാണല്ലോ സംസാരിക്കുന്നത്. Çekmedi. Daha sor. Daha. അതൊരു ഭാഷയാട്ടോ. Açayım mı dedi. Bana taşı açayım mı dedi, ben de yok dedim. What they are saying? He say open game. ഓക്കെ. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും സംസാരിക്കുന്നില്ല. വേറെന്തോ ഗെയിമാണ്. You know the play, okay? This play, no? I don't know. How I know? First time I'm seeing this. In Turkey. Açayım. ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഇങ്ങനെ കളിക്കുന്നാണ് പറയുന്നത്. ഭയങ്കര പോപ്പുലർ ആണ് എന്നാ പറയുന്നത് ടർക്കിയില്. നോക്കണ്ടോ, ഞാൻ പക്ഷെ ആദ്യമായിട്ടാ കാണുന്നത്. ഇത്രയും ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. നല്ല രസമുണ്ട് കാണാൻ, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സംഭവമൊക്കെ ആയിട്ട്. What he said? He's write Ceza here. Yeah. Okay. Only he speak or only he speak? Sadece o abi mi konuşabiliyor diyor burada. Yok, komple konuşuyor da dişleri yapma. Onda beylik diş var. Dişler beylik, bizde yapma. Böyle anlatırsa problem evet. Problem. Oh, teeth have problem. Yeah. Everything is no, but this is problem. Okay. But everyone knows. Yeah, everyone knows. ഓക്കെ, ആ ഭാഷ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ കിളി കൂവുന്ന പോലെ സംസാരിക്കാന്. പക്ഷെ അവർക്ക് ഇങ്ങനെ പല്ലിനെന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് അവരത് സംസാരിക്കുന്നില്ല. ഒരു പുള്ളിക്കാരൻ മാത്രം സംസാരിക്കുള്ളൂ എന്നാ പറയുന്നത്. ഇവിടെ നോക്ക്, എത്ര സിഗരറ്റിൻ്റെതാണെന്ന് ഇങ്ങനെ കിടക്കുന്നത്. നടക്കുമ്പോൾ എല്ലാം കാണുന്നത് ഇത് തന്നെയാണ്. എവിടെ നോക്കിയാലും സിഗരറ്റ്. ഓ, അതെന്താന്തോ ഇവർ ഇത്ര അധികം വലിക്കുന്ന വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ? ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ. ഇത്ര അധികം സിഗരറ്റ് വലിക്കുന്ന വേറെ ഏതെങ്കിലും കൺട്രി ഉണ്ടോ? എന്ന് നോക്ക്, അവര് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇടുക. കണ്ടോ,
അവരിങ്ങനെ പാവാട പോലത്തെ ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത്. വയസ്സായവരും നല്ല വയസ്സായവരും ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്. ഇവരെൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പം തന്നെ ഒരു 12 ഡിഗ്രി 10 ഡിഗ്രി ഒക്കെയാണ്. കുറച്ച് കഴിയുന്ന സമയത്ത് വീണ്ടും തണുപ്പ് കൂടും. അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫ്രീസ് ആവുന്ന തണുപ്പാണ് ഇവിടെ നിന്ന്. സോ മേ ബി ഇവിടെ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യായിരിക്കും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്.